എല്ലാവർക്കും നമസ്കാരം. ശിവഗിരി ചരിത്രം അധ്യായം 6. ഈ അധ്യായത്തിൽ ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നത് ശിവഗിരിയിൽ ഗുരുദേവൻ നടത്തിയ പ്രസിദ്ധമായ ശാരദാ പ്രതിഷ്ഠ വരെയാണ്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ശാരദാ പ്രതിഷ്ഠ നിർമ്മിതി വരെ സംസാരിക്കുകയുണ്ടായി. ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സുദിനം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം 1912 മെയ് 1 അർദ്ധരാത്രിയിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയും ശാരദാ പ്രതിഷ്ഠയുടെ വാർഷികത്തോടനുബന്ധിച്ച് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുവാൻ ശകലം താമസിച്ചത്. നമുക്ക് ചരിത്രത്തിലേക്ക് കടക്കാം. തിരുവനന്തപുരത്ത് പേട്ടയിൽ തോപ്പിൽ ഭവനത്തിൽ ശാരദാ വിഗ്രഹ നിർമ്മാണം നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ശിവഗിരിയിൽ ശാരദാ മഠ നിർമ്മിതിയും മറ്റും പുരോഗമിച്ചു കൊണ്ടുവരുന്നു. ശിവഗിരിയുടെ മുകൾ ഭാഗം ഇടിച്ചു നിരത്തി അവിടെ ഇപ്പോൾ വളരെ വിശാലമായൊരു പന്തൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും ശിവഗിരി താഴ്വാരത്തിലേക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ചകൾ വളരെ അഭിമാനകരവും സന്തോഷകരവുമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം എങ്ങും ഒരു ഉത്സവ പ്രതീതി തന്നെ. എന്തെല്ലാം ഒരുക്കങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുളിക്കുവാനും കുടിക്കുവാനുമുള്ള സംവിധാനങ്ങൾ, ആഹാരാദി സാധനങ്ങളുടെ സുലഭത ഉറപ്പുവരുത്തുവാൻ വേണ്ടി കച്ചവട സ്ഥാപനങ്ങളും ഹോട്ടലുകളും മറ്റും, കലാ കായിക വിദ്യാർത്ഥി മഹിളാ സമ്മേളനങ്ങൾക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ, അതിനുവേണ്ട വിശാലമായ പന്തലുകൾ, അങ്ങനെ എന്തെല്ലാം. ശിവഗിരി കുന്നിൻ്റെ പടിഞ്ഞാറ് TS കനാൽ, അതായത് തിരുവനന്തപുരം ഷൊർണൂർ കനാൽ, ആ കനാലിൻ്റെ സൈഡിൽ ശിവഗിരി കുന്നിൻ്റെ ഉള്ളിൽ നിന്നും ഉദ്ഭവിച്ചു വരുന്ന തെളിനീർ ഉറവകളെ ശിവഗിരിയിലെത്തുന്ന സ്ത്രീ പുരുഷന്മാർക്ക് കുളിക്കുവാൻ വേണ്ട ഓവുചാല് കെട്ടി തയ്യാറാക്കിയിരിക്കുന്നു. ചെറു പൈപ്പുകളിലൂടെ നമ്മളുടെ തലമുകളിലേക്ക് സാവധാനം പതിക്കുന്ന തെളിനീർ ധാരകൾ. കൂടാതെ ശിവഗിരിക്ക് വടക്ക് ഏതാണ്ട് 1/2 കിലോമീറ്റർ ദൂരെ ശ്രീനിവാസ റാവു എന്ന തമിഴ് ബ്രാഹ്മണർ നിർമ്മിച്ചു നൽകിയ മറ്റൊരു തെളിനീർ ചാല്. ഈ ഓവിന് രായരുടെ ഓവ് എന്നാണ് പ്രശസ്തി. അവിടെയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ കുളിച്ചിരുന്നത് പോലും. ഇന്നും ഈ ഓവുചാൽ അവിടെ ഉണ്ടെങ്കിലും നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ ഓവുചാൽ ഒരു സ്മാരകമായി മാറ്റുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ ആളുകൾക്ക് കുളിക്കുവാനും മറ്റും വേറെ സംവിധാനങ്ങളും വളരെ അധികം ഏർപ്പാടാക്കിയിട്ടുണ്ട്. കാരണം SNDP യോഗത്തിൻ്റെ 9ാം വാർഷികവും ശിവഗിരിയിലെ ശാരദാ മഠ പ്രതിഷ്ഠാ കർമ്മവും കണ്ട് സായുജ്യമടയുവാൻ കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വളരെയധികം ഗുരുദേവ ഭക്തന്മാർ വന്നു ചേരും എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ ഏവർക്കും ഉറപ്പുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശിവഗിരി മഠത്തിന് വടക്ക് വശത്തുള്ള വയലിലും പല ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ കച്ചവട തെരുവുകളും ഹോട്ടലുകളും പലവിധ ചെറുകിട കച്ചവട സ്ഥാപനങ്ങളും സ്ഥാപിച്ചു കഴിഞ്ഞു. അതുപോലെ മൈതാനത്തിനും മറ്റും വടക്കുള്ള ബംഗ്ലാവുകളും സമീപത്തുള്ള പുറംപോക്കുകളും മറ്റും ആഘോഷ കമ്മിറ്റിയുടെ ഉപയോഗത്തിനായി തിരുവിതാംകൂർ ഗവൺമെൻറ് വിട്ടുകൊടുത്തു കഴിഞ്ഞു. സമയം കിട്ടുമ്പോഴൊക്കെ എന്നല്ല, പലപ്പോഴും സമയമുണ്ടാക്കി തന്നെ തിരുവിതാംകൂർ ദിവാൻ ശ്രീ രാജഗോപാലാചാരി ശിവഗിരിയിലെത്തി അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും വിലയിരുത്തുകയും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ അപ്പോൾ നൽകുകയും ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യപ്പെടുകയുണ്ടായി. എല്ലാ പ്രവർത്തനങ്ങളും വളരെ വേഗം മുന്നേറുന്നുണ്ടായിരുന്നുവെങ്കിലും ഇടയ്ക്കെപ്പോഴോ എല്ലാ ഒരുക്കങ്ങൾക്കും ഒരു മാന്യത വന്നതുപോലെ പിന്നെ ഒട്ടും താമസിച്ചില്ല. ശിവഗിരിയിൽ ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്വകാര്യ യോഗം കൂടുകയും അപ്പോഴുണ്ടായിരുന്ന ശാരദാ പ്രതിഷ്ഠാ കമ്മിറ്റി അംഗങ്ങൾ പ്രസ്തുത കമ്മിറ്റിയിൽ ചില മാറ്റങ്ങൾ
വരുത്തുവാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ആ കമ്മിറ്റിയിൽ വീണ്ടും ഡോക്ടർ പൽപ്പു അധ്യക്ഷനായും മഹാകവി എൻ കുമാരനാശാൻ സെക്രട്ടറിയായും തുടരുകയും ഖജാൻജിയായി മംഗലശ്ശേരി ഗോവിന്ദനാശാനെ നിശ്ചയിക്കുകയും പിന്നെ കമ്മിറ്റി അംഗങ്ങളായി ശങ്കരൻ പരദേശി സ്വാമികൾ, മുണ്ടയിൽ ഗോവിന്ദനാശാൻ, ചാവറോട്ട് കുഞ്ഞുശങ്കരൻ വൈദ്യർ, ആർ പത്മനാഭൻ അവറുകൾ എന്നിവരെ തീരുമാനിച്ചു. അതിനുശേഷം എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു പുതിയ ഉണർവ് വന്നതുപോലെ, ഒരു ഉന്മേഷം വന്നതുപോലെ. ചുരുക്കി പറഞ്ഞാൽ ശിവഗിരിക്കുന്നിൻ്റെ മുകളിൽ നിന്നും ഇപ്പോൾ താഴേക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ചകൾ അതിമനോഹരവും അഭിമാനകരവുമാണ്. ഒരു കുങ്കുമ പരവതാനി വിരിച്ചതുപോലെ നീണ്ടുകിടക്കുന്ന പുതിയതായി നിർമ്മിച്ച വിശാലമായ പാതകൾ, നവീകരിച്ച മുസാഹരി ബംഗ്ലാവുകൾ, കച്ചവട തെരുവുകൾ, ശിവഗിരിയിലേക്ക് ആൾക്കാരുമായി എത്തുന്ന വള്ളങ്ങൾക്ക് സുഗമമായി അടുക്കുവാൻ പാകത്തിന് കനാലിൽ പുതിയതായി നിർമ്മിക്കപ്പെട്ട കടവുകൾ, ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തോടുകൂടി പുറംപോക്ക് സ്ഥലങ്ങളിലും മറ്റും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കായിക മത്സരങ്ങൾ നടത്തുവാനുള്ള വേദികൾ, അങ്ങനെ എത്രയെത്ര ഒരുക്കങ്ങളാണ് ശിവഗിരിയിലും സമീപ പ്രദേശങ്ങളിലുമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. കുരുകൃപയാൽ എല്ലാം വളരെ ഭംഗിയായും ചടുലമായും നടന്നുകൊണ്ടിരിക്കുന്നു. കർമ്മനിരതമായ കർമ്മോത്സുകരായ നേതൃത്വവും അനുചരന്മാരും. ഇതേ അവസരത്തിൽ നടക്കുവാൻ പോകുന്ന SNDP യോഗത്തിൻ്റെ 9ാം വാർഷിക സമ്മേളനവും അതിനോടനുബന്ധിച്ച് നടക്കുവാൻ നിശ്ചയിച്ചിട്ടുള്ള സ്ത്രീ സമ്മേളനം, വിദ്യാർത്ഥി സമ്മേളനം മുതലായവ നടത്തുവാനുള്ള വിശാലമായ പന്തലുകൾ, എല്ലാ തയ്യാറെടുപ്പുകളും വളരെ വേഗം നടന്നുകൊണ്ടിരിക്കുന്നു. വയലുകളിലും മറ്റും കൊച്ചു കൊച്ചു തടയിണകൾ കെട്ടി വെള്ളം സംഭരിച്ചു വയ്ക്കുവാനുള്ള ഏർപ്പാടുകൾ, ശിവഗിരി കുന്നിൻ്റെ നെറുകയിൽ ഉദ്ദേശം 3000 പേർക്കിരിക്കുവാനുള്ള 3 നില പന്തലിൻ്റെ നിർമ്മാണവും ഏതാണ്ട് പൂർത്തിയായി വരുന്നു. ഇതൊക്കെ 100-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണ്. ഇന്നും അത് അവിശ്വസനീയമായി തന്നെ നമുക്ക് തോന്നുന്നില്ലേ? പക്ഷേ എല്ലാം ശുദ്ധമായ സത്യങ്ങളാണ്. പ്രോഗ്രാമുകൾ ചിട്ടയായും ഭംഗിയായും നടത്തുവാൻ വേണ്ടി പല സബ് കമ്മിറ്റികളും രൂപീകരിക്കപ്പെട്ടു. അതുപോലെ വാളണ്ടിയർമാർ. ഈ വാളണ്ടിയർമാരെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രാധാന്യമർഹിക്കുന്നത് അവരെ തിരഞ്ഞെടുത്ത രീതിയും അതിനോടനുബന്ധിച്ച കാര്യങ്ങളുമാണ്. ഇതൊക്കെ ഞാൻ വീണ്ടും പറയുന്നു, 1 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സംഭവങ്ങളാണ്. ഇന്നും ഇത്ര സൂക്ഷ്മമായി ഒരു വാളണ്ടിയർ വൃന്ദത്തെ നമുക്ക് തിരഞ്ഞെടുക്കുവാൻ കഴിയുമോ എന്ന് പോലും എനിക്ക് സംശയമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ക്ഷേത്രപ്രതിഷ്ഠയോടനുബന്ധിച്ച്, ഒരു ഉത്സവത്തോടനുബന്ധിച്ച് കലാകായിക പ്രദർശനങ്ങളും മത്സരങ്ങളും വിദ്യാർത്ഥി സമ്മേളനങ്ങളും സ്ത്രീ സമ്മേളനവും 100-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് നടക്കുക. ശാരദാ പ്രതിഷ്ഠയും SNDP യോഗത്തിൻ്റെ വാർഷികം നടത്തുവാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഈ പ്രവർത്തനങ്ങൾ എല്ലാം സുഗമമായി നടത്തുവാൻ വേണ്ടി ഒരു വാളണ്ടിയർ സംഘത്തെ നിയമിക്കുവാൻ തീരുമാനിച്ച കാര്യം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. വാളണ്ടിയർമാരെ തിരഞ്ഞെടുക്കുന്ന രീതി, അവരുടെ യോഗ്യത, അവരുടെ യൂണിഫോം മുതലായവ എത്ര സൂക്ഷ്മമായിരുന്നു. വാളണ്ടിയറായി ചേരുവാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ അപേക്ഷകൾ കൊടുക്കേണ്ട രീതി, അപേക്ഷകർ സ്കൂൾ ഫൈനൽ മുതൽ മേൽപോട്ടുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നവരായിരിക്കണം. ആദ്യത്തെ വ്യവസ്ഥ. വാളണ്ടിയർമാർക്ക് പ്രത്യേക യൂണിഫോമുണ്ട്. വെള്ളമുണ്ട്, വെള്ള ഷർട്ട്, വെള്ള നേരിയത്. ആ നേരിയതിൻ്റെ അളവ് പോലും കൃത്യമായി പറഞ്ഞിരിക്കുന്നു. 6 മുഴം വെള്ള മസിലിൻ. പ്രസ്തുത യൂണിഫോം വാളണ്ടിയർമാർ തന്നെ സ്വയം കരുതിയിരിക്കണം. അതുകൂടാതെ പ്രതിഷ്ഠാ കമ്മിറ്റിയിൽ നിന്നും ഓരോ വാളണ്ടിയർക്കും പ്രത്യേകം ബാഡ്ജും കൊടുക്കുന്നതായിരിക്കും. ഈ വാളണ്ടിയർ സംഘത്തിൻ്റെ ക്യാപ്റ്റന്മാരായി 2 പ്രമുഖരെ തീരുമാനിക്കുകയുണ്ടായി. ആദ്യത്തെയാൾ എൻ കുമാരൻ BAയും എ പൽപ്പു BAയും. ഇതിൽ എൻ കുമാരൻ പിൽക്കാലത്ത് SNDP യോഗം ജനറൽ സെക്രട്ടറിയായി 1919 മുതൽ 1921 വരെ സേവനമനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ എ പൽപ്പു മറ്റു പല പ്രധാന ചുമതലകളും വഹിക്കുകയുണ്ടായി. 3 ദിനരാത്രങ്ങളിൽ നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന ശാരദാ പ്രതിഷ്ഠയും
SNDP യോഗത്തിൻ്റെ 9ാം വാർഷികവും മറ്റും നടത്തുവാനുള്ള വേദികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇനിയും ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ശാരദാ പ്രതിഷ്ഠ നടക്കുവാൻ പോവുകയാണ്. എങ്കിലും ശാരദാ പ്രതിഷ്ഠയ്ക്ക് മുമ്പ് ശ്രീനാരായണ ഗുരുദേവന് മറ്റൊരു പ്രധാന കർമ്മം കൂടി ചെയ്യുവാനുണ്ടായിരുന്നു. അതിനുവേണ്ടി ശ്രീനാരായണ ഗുരുദേവൻ മറ്റൊരു യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഗുരുവിനോടൊപ്പം ചൈതന്യസ്വാമികളും ഗുരുപ്രസാദ സ്വാമികളും ആ യാത്രയിൽ പങ്കെടുക്കുകയുണ്ടായി. അവർ കർണാടകയിൽ മംഗലാപുരത്ത് കുദ്രോലിയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. അവിടെ കുദ്രോളിയിൽ 1908 ജനുവരിയിൽ ഒരു ക്ഷേത്ര നിർമ്മിതിക്ക് വേണ്ടി ഗുരുദേവ കരങ്ങളാൽ ശിലാസ്ഥാപനം നടത്തിയ വിവരം ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ വിവരിക്കുകയുണ്ടായല്ലോ. ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുവാനാണ് ഗുരുദേവൻ ഇപ്പോൾ യാത്രയായിരിക്കുന്നത്. ആ ക്ഷേത്ര നിർമ്മാണത്തിന് നേതൃസ്ഥാനത്ത് നിന്ന് പ്രവർത്തിച്ച ആളാണ് കൊരഗപ്പ എന്ന മഹത് വ്യക്തി. കുദ്രോളിയിലെത്തിയ ഗുരുദേവനും സംഘവും അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് വിശ്രമിച്ചിരുന്നത്. കൊരഗപ്പയുടെ 7 വയസ്സുള്ള കൊച്ചുകുട്ടി ഗുരുവിൻ്റെ അടുക്കൽ വന്നിൽപ്പായി. ആ കുട്ടിക്ക് ജന്മന സംസാരിക്കുവാൻ കഴിയുമായിരുന്നില്ല. ആ വിവരം ഗുരുദേവന് കാപ്പിയുമായി വന്ന കൊരഗപ്പയുടെ ഭാര്യയാണ് ഗുരുദേവനെ അറിയിച്ചത്. അനുകമ്പാമൂർത്തിയായ ഗുരുദേവൻ ആ കുട്ടിയെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ച് ചേർത്ത് നിർത്തി മൂർധാവിൽ തലോടിക്കൊണ്ട് തനിക്കായി കൊണ്ടുവന്ന കാപ്പിയുടെ 1-2 തുള്ളികൾ ആ കുട്ടിയുടെ നാക്കിലേക്ക് തൊട്ടുകൊടുത്തു. അതിനുശേഷം ഗുരു അവനോട് ചോദിച്ചു, മോൻ്റെ വായിലിപ്പോൾ നാം തൊട്ട് തന്നതെന്താണെന്ന്. സംസാരശേഷി അതുവരെ ഇല്ലായിരുന്ന കുട്ടി അന്നേരം ഗുരുവിനോട് മറുപടി പറഞ്ഞു, കാപ്പി. അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും അതിയായ ആശ്ചര്യം, അത്ഭുതം. ഗുരുവിൻ്റെ ഒരു തുള്ളി കാപ്പിയാൽ 7 വയസ്സുവരെ സംസാരശേഷിയില്ലായിരുന്ന കുട്ടി അതാ സംസാരിക്കുന്നു. അവിടെ കൂടിയിരുന്ന ഓരോ ഗുരുദേവ ഭക്തർക്കും ഗുരുദേവനിൽ നിന്നും ഓരോ തുള്ളി കാപ്പി പ്രസാദം കിട്ടുവാനുള്ള അതിയായ ആഗ്രഹം മനസ്സിലായ ഗുരുദേവൻ തനിക്കായി കൊണ്ടുവന്ന കാപ്പി തൻ്റെ ഭക്തർക്കായി വീതിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ കുദ്രോളി ക്ഷേത്രത്തിലെത്തുന്ന ഓരോ ഭക്തനും അവിടുത്തെ പ്രധാന പ്രസാദമായി ഇന്നും കിട്ടുന്നത് കാപ്പിയാണ്. കുദ്രോളിയിലെ പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ ഗുരുദേവൻ 1912 ഫെബ്രുവരി 21 ശിവലിംഗ പ്രതിഷ്ഠ നടത്തി. ആ ക്ഷേത്രമാണ് തൃപ്പതീശ്വര ക്ഷേത്രം അഥവാ കുദ്രോളി ഗോകർണേശ്വര ക്ഷേത്രം എന്നറിയപ്പെടുന്നത് എന്ന് പ്രസിദ്ധമായത്. അധികം താമസിയാതെ ഗുരുദേവൻ ശിവഗിരിയിലേക്ക് തന്നെ തിരിച്ചെത്തി. ഇതിനോടകം തന്നെ ശാരദാ പ്രതിഷ്ഠയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ശിവഗിരി ഇപ്പോൾ ആഡംബര വിഭൂഷിതയായി കുലീനയായ നവവധുവിനെ പോലെ രാവും പകലും തിരിച്ചറിയുവാൻ പാടില്ലാത്ത രീതിയിൽ വിളക്കുകളുടെ പ്രഭാപൂരത്താൽ പ്രശോഭിതയായി വിരാജിക്കുന്നു. പൂർണ്ണചന്ദ്രപ്രഭയാൽ നിറഞ്ഞ ശിവഗിരി ശിഖരം. അങ്ങനെ ആ ശുഭമുഹൂർത്തം സമാഗമം ആകുന്നു. ശിവഗിരിയിലേക്ക് മലവെള്ളപ്പാച്ചിൽ പോലെ തൂവള്ള വസ്ത്രങ്ങൾ ധരിച്ച ജനപ്രവാഹമാണിപ്പോൾ. ദൂരെ നിന്ന് നോക്കിയാൽ വെൺമേഘങ്ങൾ ശിവഗിരി കുന്നിനെ തഴുകി ഒഴുകി നൃത്തം ചെയ്യുകയാണോ എന്ന് തോന്നിപ്പോകും. 1912 ഏപ്രിൽ 30 അതായത് 1087 മേടം 8 ചിത്ര പൗർണമി നാൾ സന്ധ്യയായി. ജനങ്ങൾ ശിവഗിരിയിലേക്ക് പ്രാർത്ഥനാഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് വള്ളത്തിലും കാൽനടയായും മറ്റും പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ വലിയ ജനാവലി. പക്ഷേ ഗുരുദേവ ഭക്തിയാൽ എങ്ങും അനിതരമായ ശാന്തത, നല്ല അച്ചടക്കം. പോലീസിൻ്റെയും മറ്റും സാന്നിധ്യമില്ലാതെ തന്നെ എല്ലാം ക്രമമായി നടക്കുന്നു. എങ്ങും ഒരു ഉത്സവ പ്രതീതി. അനുഗ്രഹീതമായ രാത്രിയുടെ ഓരോ യാമങ്ങളും ഭക്തിസാന്ദ്രമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 1912 മെയ് 1 വെളുപ്പിന് 2 മണിയോടടുക്കുന്നു. ഗുരുദേവൻ ശാരദാ പ്രതിഷ്ഠ നടത്തുവാൻ തയ്യാറായി അതാ ശാരദാ മഠത്തിൻ്റെ ഗർഭഗൃഹത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ മുഖ തേജസ് ഇപ്പോൾ അവർണ്ണനീയമാണ്, അവാച്യമാണ്. ഒരു ദിവ്യ തേജസ് ഗുരുദേവനെ
വലയം വെച്ചതുപോലെ ഗുരുദേവ നിർദ്ദേശപ്രകാരം വേണ്ട സഹായങ്ങൾ ചെയ്യുവാൻ ശങ്കരൻ പരദേശി സ്വാമികളും പിന്നെ ശിവലിംഗ സ്വാമികൾ, ശാന്തലിംഗ സ്വാമികൾ, മാധവാനന്ദ സ്വാമികൾ, ചൈതന്യസ്വാമികൾ, ശിവപ്രസാദ സ്വാമികൾ എന്നിവരും ശാരദാ മഠത്തിലേക്ക് പ്രവേശിക്കുന്നു. പുറത്ത് യോഗ നേതാക്കന്മാരും അസംഖ്യം ഗുരുദേവ ഭക്തന്മാരും മഹാകവി കുമാരനാശാൻ മുതലായ എല്ലാവരും ശാരദാ മഠത്തിന് തൊട്ട് മുൻപിലുണ്ട്. കുമാരനാശാൻ ഒരു മഹാകവി മാത്രമല്ലല്ലോ, നല്ലൊരു ഗായകൻ കൂടിയാണല്ലോ. ശാരദാ മഠത്തിൻ്റെ ഉള്ളിൽ കൂടുതൽ ദീപം തെളിയുന്നതും മറ്റും ജനൽ കണ്ണാടികളിലൂടെ നമുക്ക് അനുഭവേദ്യമാണ്. ശാരദാ മഠത്തിനുള്ളിൽ പൂജയും പ്രതിഷ്ഠാകർമ്മങ്ങളും അതാ തുടങ്ങിക്കഴിഞ്ഞു. ശാരദാ മഠത്തിനോട് തൊട്ട് ചേർന്ന് നിൽക്കുന്ന കുമാരനാശാൻ്റെ സ്വരധാരയിൽ അതാ ഒഴുകി വരുന്നു ശ്രീ ശാരദാംബയെ പ്രണമിച്ചുകൊണ്ടുള്ള ശ്രീ ശാരദാഷ്ടകം. വ്യാപ്യവാങ്മയമിദം ജഗൽസ്ഥിതാ വ്യാദനോതു മമ ദേവതാശ്രിയം കാപി ഹസ്തപരിവാദിനീകളത് കാകളീലയ കലാകുതൂഹല. തൂവള്ള താമരയിൽ ഗുരുദേവർ സ്പർശനത്താൽ ഒരു പ്രകാശരേണു പരന്നു. യാത്മന പരമപാവനീ കലാ സാ ശിവാനി വിദധാതു ശാരദാ ശാരദേന്ദു കിരണോജ്വലാകൃതി. ഗുരുവിൻ്റെ മുഖത്തിപ്പോൾ അനിർവചനീയമായ ഒരു സ്നേഹഭാവം, മൃദുഭാവം വിടരുന്നു. ശാമ്യഹം പഥ ത്വാം പരാം ഗതിമുപൈമി കാദര ശാരദേ ശ്രുതി വിശാരദാർച്ചിതേ. ഗുരുവിൻ്റെ മാനസപുത്രിയായ ശാരദയിലേക്ക് ഗുരു കടാക്ഷമെത്തുന്നു. മൃഗിതാം പരാഭിധാം ത്വാം വിഭിന്ന പരിണാമ സുന്ദരീ പുഷ്കലാർദ്ധ വിഭവാമുപാസ്മഹേ സ്ഫോടദർശിത വിചിത്ര വിഭ്രമ. ഗുരുവിൽ നിന്നും ഒരു ഊർജപ്രവാഹം ഗുരുവിൻ്റെ ശാരദയിലേക്ക് പ്രവഹിക്കുന്നു. സുനിശ്ചിത ലോക സംഗ്രഹ വിധൗ പടീയസി കാചനാംബധിഷണാ ഭവന്മയി കർമ്മ കൗശലജുഷാ നിഷേവ്യതേ. ഗുരുവിൻ്റെ വത്സലയായ ശാരദയുടെ മിഴിയൊന്ന് ചെന്നി. സുഭഗാ പ്രഗീയസേ ത്വം മയാം ബധുദ ഭേദവേദനാ സാ സ്വയം രസമയീരതി പരാ പ്രത്യഗാത്മ പരമാത്മ ഗോചരാ. ഒരു നിമിഷം ഗുരുവിൻ്റെ അനുഗ്രഹീതമായ ശ്രദ്ധ ആ കീർത്തനത്തിലേക്ക് മാറിയോ. സദാംബമേ രോജസേ സ്ഥിതിരേഹോ മഹോദയ പൂർണ്ണബോധ പരിപാധിത ഭ്രമാ പൗരുഷി പൃഥഗലിംഗ സാക്ഷി. കീർത്തനം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കുമാരനാശാൻ ഭക്തി പാരവശ്യത്താൽ എപ്പോഴോ ആ കണ്ഠം ഒന്നിതറിയോ. ജഗദിദം പരീചിതാ സാ സദാ ഹൃദി മയാംബ നിഷ്കലാ സംവിദൗപനിഷധി നിധിയസ്യ. ശിവഗിരി താഴ്വാരത്തിൽ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ശ്രീനാരായണ ഭക്തന്മാരുടെ കണ്ഠത്തിൽ നിന്നും കുമാരനാശാൻ്റെ കൂടെ തന്നെ ഭക്തിസാന്ദ്രമായി ചെറു ശബ്ദത്തിലെങ്കിലും ആ കീർത്തനം ഉയർന്നു വരുന്നു. മരീചികേ തതസത. അതാ ശാരദാ മഠത്തിൻ്റെ ശ്രീകോവിൽ തുറന്ന് അത്യാഹ്ലാദത്തോടുകൂടി ബ്രഹ്മസ്വരൂപനായ ഗുരുദേവൻ പുറത്തേക്ക് വരുന്നു. ഇപ്പോൾ നമുക്ക്
തൂവള്ള താമരയിൽ പത്മാസനസ്ഥയായിരിക്കുന്ന ശ്രീ ശാരദയെ ആവോളം ദർശിക്കുവാനുള്ള അസുലഭമായ അവസരം വന്നെത്തി കഴിഞ്ഞു. ചതുർബാഹുധാരിണിയായ ശാരദ, പുസ്തക കലശ കിളി ചിന്മുദ്രാധാരിണിയായ ശ്രീ ശാരദ, ശാരദാംബ, ശിവഗിരീശ്വരി, ശാരദാദേവിയെക്കുറിച്ചും ശാരദാ മഠത്തിനെക്കുറിച്ചും പിൽക്കാലത്ത് അവിടെ നടന്ന പല അത്യപൂർവ സംഭവങ്ങളെക്കുറിച്ചും നമുക്കൊത്തിരി പറയുവാനുണ്ട്. അതുപോലെ തന്നെ ശാരദാ പ്രതിഷ്ഠയ്ക്ക് ശേഷം നടക്കുവാൻ പോകുന്ന SNDP യോഗത്തിൻ്റെ 9ാം വാർഷികവും വിദ്യാർത്ഥി മഹിളാ സമ്മേളനങ്ങളും സ്പോർട്സും മറ്റും അനവധി കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് അന്യോന്യം പങ്കുവയ്ക്കണ്ടേ? ഈ വക കാര്യങ്ങൾ ഉടൻ തന്നെ അടുത്ത അധ്യായത്തിൽ വിവരിക്കാമെന്നുള്ള പ്രതീക്ഷയിൽ എന്നെ ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഗുരുദേവ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ മാത്രം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നമസ്കാരം.